സ്നേഹമുള്ളവരെ, നമ്മൾ ഈ 2025 വർഷത്തിൻ്റെ അവസാന ദിവസം എത്തി നിൽക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് ചിന്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ മാഹാത്മ്യം. വിശ്വാസം ഒരുവനെ എങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നു, ഒരുവനെ എങ്ങനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. ആ ചിന്ത കർത്താവിൻ്റെ ആത്മാവ് തരുന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കർത്താവേ, ഈ വർഷം മുഴുവൻ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. 2026 എന്ന പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ കൂടുതൽ വിശ്വാസത്തോടെ, തീഷ്ണതയോടെ ഞങ്ങളുടെ ആത്മീയ ജീവിതം പടുത്തുയർത്തുവാൻ, ക്രിസ്തുവാകുന്ന പാറമേൽ ഞങ്ങളെ പണിതുയർത്തുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ പണിതുയർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിൽ ആഴപ്പെട്ട് കടുകുമണിയോളമുള്ള വിശ്വാസം കടുകുമരത്തോളമായി വളരുവാൻ അനേകം വ്യക്തികൾക്ക് ചേക്കേറാൻ കഴിയും വിധം വലിയൊരു തണലായിട്ട് ഞങ്ങൾ മാറുവാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മൾ വിശ്വാസത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനാധാരമായി നമ്മൾ എടുക്കുന്ന സുവിശേഷ ഭാഗം മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനഭാഗം. അതിൽ സുവിശേഷകൻ നമ്മോട് പറയുന്നത് കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം, അതിലൂടെ വലിയ ബോധ്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരും. വചനഭാവം ഇങ്ങനെയാണ്: യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്നൊരു കാനാൻകാരി ഒന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ഹാവ് മേഴ്സി ഓൺ മീ ലോർഡ്, സൺ ഓഫ് ഡേവിഡ്. മൈ ഡോട്ടർ ഈസ് ടോർമെൻറ്റഡ് ബൈ എ ഡീമൺ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി പീഡിപ്പിക്കുന്നു, അതുകൊണ്ട് എൻ്റെ മേൽ കരുണയായിരിക്കണമേ. 23-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, മത്തായി സുവിശേഷം 15-ാം അധ്യായം. അവനൊരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ഈശോ ശ്രദ്ധിച്ചില്ല, അതിന് ചെവി കൊടുത്തില്ലെന്നാണ്. ശിഷ്യന്മാർ അവളോട് പറഞ്ഞു, അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും നമ്മുടെ പിന്നാലെ വന്നവൾ നിലവിളിക്കുകയാണല്ലോ. അപ്പോൾ ഈശോ മറുപടി പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഭവനം എന്ന് പറയുന്നത് അബ്രാഹത്തിൽ നിന്ന്, അവിടെയാണ് ഈശോ ഒരു തുടക്കം, ദൈവം ഒരു തുടക്കമിടുന്നത്. അബ്രാഹത്തിനെ വിളിച്ച് വേർതിരിച്ച് കൽദായരുടെ നാടായ ഊറിൽ നിന്ന് ആദ്യം ഹാരാനിലെത്തി, പിന്നീട് ദൈവസ്വരം കേട്ട് കാനാൻ ദേശത്തേക്ക് വരികയാണ്. ആ അബ്രാഹത്തിന് ദൈവം കൊടുത്ത സന്തതി, വാഗ്ദാനത്തിൻ്റെ സന്തതി ഇസഹാക്കിലൂടെയാണ് പിന്നീട് ഈ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾ. ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ് ഏസവും ഉണ്ട്, പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുന്നത് യാക്കോബിനെയാണ്. ആ യാക്കോബിൻ്റെ സന്തതികൾ, അതിൻ്റെ പരമ്പരയാണ് 12 ഗോത്രങ്ങളായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ അവരത് വിശ്വാസത്തിൻ്റെ മക്കളാണ്, അബ്രാഹത്തിൻ്റെ മക്കൾ. അതായത് അബ്രാഹത്തിന് വാഗ്ദാനം കിട്ടിയ പ്രകാരം ലഭിച്ച സന്തതിയുടെ മക്കൾ, വിശ്വാസത്തിൻ്റെ മക്കൾ. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ 15-ാം അധ്യായം 24-ാമത്തെ വചനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ ശിഷ്യരോട് പറയുകയാണ്,
ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. I was sent only to the lost sheep of house of Israel. എന്നാൽ ലൂക്കാ സുവിശേഷത്തിൽ നമുക്കറിയാം, ഈശോയുടെ ജനനം ആട്ടിടയന്മാരെ അറിയിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനത്തിനും. അപ്പോൾ ആ വാക്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മത്തായി സുവിശേഷം ഈ പ്രത്യേക ഭാഗം, കാനാൻകാരി സ്ത്രീയെ ഈശോ അവഗണിക്കുന്ന ഭാഗം, അതിൽ ശിഷ്യരോട് പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വചനഭാഗങ്ങൾ, ഈശോയുടെ വരവിനെ സംബന്ധിച്ച് ആട്ടിടയന്മാർക്ക് കൊടുക്കുന്ന സന്ദേശവും ഈ പറഞ്ഞ ഈശോ തന്നെക്കുറിച്ച് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴും അതിലൊരു പ്രകടമായ ഒരു വൈരുദ്ധ്യം നമുക്ക് അനുഭവപ്പെടാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമായ വിശ്വാസത്തിൻ്റെ മാഹാത്മ്യം അത് നമുക്ക് വേർതിരിഞ്ഞ് കിട്ടുന്നത്. ഈശോ എന്താണ് പറയുന്നത്? ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകൾ, അതായത് അബ്രാഹത്തിൻ്റെ മക്കൾ, അബ്രാഹത്തിന് വാഗ്ദാനത്തിലൂടെ ലഭിച്ച മക്കളും അതിൻ്റെ പരമ്പര, അവരുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതായത് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരുവനിലേക്കാണ് ക്രിസ്തു രൂപപ്പെടുന്നത്. അപ്പോൾ വിജാതീയനായാലും അവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. എങ്ങനെയാണ് ആ സന്തോഷവും സദ്വാർത്തയും ഒക്കെ വരുന്നത്? ഒരുവൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ. അപ്പോൾ ഈ കാനാന്യ സ്ത്രീ വിജാതീയ സ്ത്രീയാണെന്ന് ഓർക്കണം. അവൾക്ക് എവിടുന്നോ കേട്ട ഒരറിവ് വെച്ചാണ് അവൾ ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. ഈശോ സൗഖ്യദായകനാണ്, പിശാചുക്കളെ പുറത്താക്കുന്നവനാണ് എന്ന് എവിടുന്നോ ഒരു വിവരം കിട്ടിയിട്ടാണ് ഒരാശ്വാസത്തിന് വേണ്ടി, ഒരു സൗഖ്യത്തിന്, മകളെ സുഖപ്പെടുന്നതിന് വേണ്ടി, മകൾക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. അവൾക്കൊരു പൂർണ്ണ വിശ്വാസത്തിൽ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വസിക്കുന്നവൻ എന്നിൽ നിന്ന് അനുഗ്രഹം കിട്ടും. ഈശോ ലോകത്തിലെ എല്ലാ മക്കളുടെ അടുത്തേക്കും തന്നെയാണ്, ലോകത്തിന് മുഴുവൻ പ്രകാശമാകാനാണ് ഈശോ വന്നതും ഈശോ കുരിശിൽ മരിച്ചതും ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. പക്ഷേ അത് അനുഭവവേദ്യമാകണമെങ്കിൽ ഒരുവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ ആ വചനം പറയുന്നത്, വിശ്വാസത്തിൻ്റെ ഭവനത്തിലെ, അതായത് അബ്രാഹത്തിൻ്റെ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആളുകളടുത്തേക്ക്. അവരോരോ കാരണവശാൽ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി, വിശ്വാസം നഷ്ടപ്പെട്ടു, അല്ലെ വിശ്വാസം കുറഞ്ഞുപോയി. അങ്ങനെയുള്ള ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയിൽ പെടുന്നവരല്ലെങ്കിൽ കൂടി, ഒരു വിജാതീയനോ വിജാതീയ സ്ത്രീയോ ആയാൽ കൂടി, അവൻ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക്, യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അവൻ സ്വീകാര്യനായി. അത് നമ്മൾ പിന്നീടുള്ള വചനങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഈ കാനാന്യ സ്ത്രീ തുടർന്ന് പറയുകയാണ്, കർത്താവ് എന്നെ സഹായിക്കണം, ലോർഡ് ഹെൽപ്പ് മീ. അത്ര വേദനയുണ്ട് അവൾ, കാരണം അവൾ പിശാച് ക്രൂരമായിട്ട് അവളുടെ മകളെ പീഡിപ്പിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവൾ അപേക്ഷിച്ചപ്പോൾ ഈശോയോട് പറയുന്ന വചനം വളരെ 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 ശ്രദ്ധയോടെ നമ്മൾ ശ്രവിക്കണം. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഇറ്റ് ഈസ് നോട്ട് ഫെയർ ടു ടേക്ക് ദ ചിൽഡ്രൻസ് ഫുഡ് ആൻഡ് ത്രോ ഇറ്റ് ടു ഡോഗ്സ്. അപ്പോൾ അവൾ ഉടൻ ഓൺ ദ സ്പോട്ടിൽ ഈശോയോട് പറയുകയാണ്,
യെസ് ലോഡ്, യെറ്റ് ഈവൻ ഡോഗ്സ് ഈറ്റ് ദ ക്രംസ് ദാറ്റ് ഫോൾ ഫ്രം ദ മാസ്റ്റേഴ്സ് ടേബിൾ. ശരിയാണ് കർത്താവേ, എങ്കിലും നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ക്രംസ്, ഇന്നത്തെ അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടം എടുത്ത് കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈശോ പ്രത്യുത്തരിക്കുകയാണ്, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്, ലെറ്റ് ഇറ്റ് ബി ഡൺ ഫോർ യു ആസ് യു വിഷ്. നിൻ്റെ വിശ്വാസം സ്ത്രീയെ വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് നടക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ആ ഭാഗം അതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വചനഭാഗം മനസ്സിലാക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, കർത്താവ് ഒന്ന് ഇങ്ങനെ പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകൾ, അതിൻ്റെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനതകളിലേക്ക്, അത് ഇസ്രായേൽ ജനമായാലും വിജാതീയരായാലും, ഈ ദൈവം സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അത് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് മാത്രമേ കർത്താവ് കടന്നു ചെല്ലുന്നുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലേക്ക്. അതാണ് ഇസ്രായേൽ ഭവനം എന്ന് സൂചിപ്പിക്കുന്നത്. അബ്രാഹത്തിൻ്റെ ഭവനം, അതായത് വിശ്വാസത്തിൻ്റെ ഭവനം. അതിലെ മക്കൾക്ക് വിശ്വാസത്തിൽ തകർച്ചകൾ, പോരായ്മകൾ വരാം. അതിൽ അവരെ ഉണർത്തണം, വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണം. അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസത്തിൽ തകർന്നു പോകാം. അങ്ങനെയുള്ളവരെ വിശ്വാസത്തിൽ ഉത്തേജിപ്പിച്ച് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തണം. രണ്ടാമത്തെ ഭാഗം പ്രധാനമായിട്ടുള്ളത്, മക്കളുടെ ഒപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. ഇറ്റ് ഈസ് നോട്ട് ഫെയർ ടു ടേക്ക് ദ ചിൽഡ്രൻസ് ഫുഡ് ആൻഡ് ത്രോ ഇറ്റ് ടു ഡോഗ്സ്. നമ്മളെങ്ങനെയാണ് വചനഭാഗം മനസ്സിലാക്കേണ്ടത്? അതായത് വിശ്വാസമില്ലാത്ത ഒരുവൻ, വിശ്വാസം എന്ന് പറയുന്നത് യേശുവിലുള്ള വിശ്വാസം, വിശ്വാസമില്ലാത്ത ഒരുവൻ ഒരു നായ്ക്ക് സദൃശമാണ്, ഒരു പട്ടിക്ക് സദൃശമാണ്. അപ്പം വിശ്വാസമില്ലാത്ത ഒരുവന് കർത്താവിൽ നിന്ന് അപ്പക്കഷ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്? ദൈവമുണ്ടെന്നും തന്നെ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം തരുമെന്നും നാം വിശ്വസിക്കുമ്പോഴാണ്. ഹെബ്രായർ 11:6 ആ വചനം നമ്മൾ കാണുന്നുണ്ട്. ദൈവമുണ്ട്, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളും പാപപ്രവൃത്തികളും വഴി നമ്മുടെ ജീവിതം പലപ്പോഴും ഈ തെരുവിൽ അലയുന്ന ഒരു പട്ടിക്ക് തുല്യമല്ലേ? യേശുവിൻ്റെ സന്നിധിയിലിരുന്നൊന്ന് ധ്യാനിച്ച് കഴിയുമ്പോൾ, വ്യക്തിപരമായ പ്രാർത്ഥനയിലോ ഒരു ദിവികാരുണ്യത്തിൻ്റെ സന്നിധിയിലോ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എന്തുമാത്രം മ്ലേച്ഛപ്രവൃത്തികളും അതുപോലെ സംസാരത്തിൽ എന്തുമാത്രം അസ്വസ്ഥതയുള്ള സംസാരങ്ങളുമാണ്, കുറ്റം പറച്ചിലുകൾ, വിധിക്കലുകൾ. നമ്മളൊരു തെരുവ് പട്ടിക്ക് തുല്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഈശോ പറയുകയാണ്, മക്കൾക്കുള്ളതാണ് അപ്പം,
വിശ്വാസത്തിൻ്റെ ഭവനത്തിലേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ ഭവനത്തിലേക്ക് വിശ്വാസത്തോടെ കടന്നു വന്നാൽ മക്കളുടെ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. മക്കൾക്ക് അർഹമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും. അപ്പോൾ ഈശോ ആ കാനാന്യ സ്ത്രീയെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നായി എന്ന് വിളിക്കുകയല്ല. വിശ്വാസമില്ലാത്ത ഒരുവൻ പട്ടിക്ക് തുല്യമാണ്, ഒരു തെരുവ് നായിക്ക് തുല്യമാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ അലഞ്ഞു തിരിയും, ലക്ഷ്യം കണ്ടെത്താനാവില്ല. ലക്ഷ്യം എന്താണ്? ഈ മരിച്ചു പോകുന്ന ഈ ജഡജീവിതമാണോ? അല്ല, നിത്യജീവിതം, എന്നും എന്നേക്കും കർത്താവിനോടൊത്തുള്ള ജീവിതം. ആ ജീവിതം ലഭിക്കണമെങ്കിൽ തെരുവിലൊരു പട്ടിയെപ്പോലെ അലയുന്ന ഒരു വ്യക്തിക്ക് നടക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് സ്വന്തം തന്നിഷ്ടങ്ങൾ നടപ്പാക്കി അവനവൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴിപ്പെട്ട് ജഡമോഹങ്ങൾക്കും ലോകപ്രവണതകൾക്കും വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അവൻ തെരുവ് നായിക്ക് തുല്യനാണ്. അവനെ സൃഷ്ടിച്ച ദൈവത്തെയോ സൃഷ്ടാവിനെയോ അറിയുന്നില്ല. അങ്ങനെയുള്ളവൻ മകനല്ല, മക്കളെന്ന ഗണത്തിൽപ്പെടുന്നില്ല. മക്കളെന്ന ഗണത്തിൽപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോഴാണ്. അപ്പോൾ കാനാന്യ സ്ത്രീ ഈശോയോട് അപ്പോൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ശരിയാണ് കർത്താവേ, എങ്കിലും നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അതായത് മേശയിൽ നിന്ന് ഭക്ഷിക്കാൻ യോഗ്യതയില്ലെങ്കിലും നിന്നെ വിശ്വസിച്ച് നിൻ്റെ അടുത്തേക്ക് വന്ന എന്നെ ആ അവശിഷ്ടങ്ങളെങ്കിലും തന്ന് നീ അനുഗ്രഹിക്കണം. അത് പറഞ്ഞത് കേട്ടപ്പോൾ ഈശോ പറയുകയാണ്, ഈശോയ്ക്ക് മനസ്സിലായി അവളുടെ വിശ്വാസം എത്രയോ വലുതാണ്. അതുകൊണ്ടാണ് അവളോട് പറയുന്നത്, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. നിൻ്റെ വിശ്വാസം സ്ത്രീയെ വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. അവളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഇസ്രയേൽ ഭവനത്തിലേക്ക് അവൾ നടന്നു വരിക. അതായത് അബ്രാഹത്തിൻ്റെ ഭവനത്തിലേക്ക്, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ ഭവനത്തിലേക്ക് അവൾ കാലെടുത്തു വെച്ചു. അപ്പോൾ ഈശോ അവൾക്ക് മക്കൾക്കുള്ളതാണ് കൊടുക്കുന്നത്. ക്രംസ് അല്ല, അവശിഷ്ടമല്ല, മക്കൾക്കുള്ള ഓഹരി നൽകി അവളുടെ മകളെ സൗഖ്യപ്പെടുത്തുക. എന്തുമാത്രം വലിയ ബോധ്യമാണ് കർത്താവ് തരുന്നത്. അതായത് പാപപ്രവണതകൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന, ലോകത്തിന് അടിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ യേശുവിലേക്ക് തിരിഞ്ഞാൽ, എൻ്റെ കർത്താവേ ഹാവ് മേഴ്സി ഓൺ മീ, കർത്താവേ എന്നോട് കരുണയായിരിക്കണം, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് യേശുവിലേക്ക് തിരിയുമ്പോൾ അവൻ കർത്താവിൻ്റെ ഭവനത്തിലെ മകനായി. കർത്താവിൻ്റെ ഭവനം വിശ്വാസത്തിൻ്റെ ഭവനമാണ്. ആ വിശ്വാസത്തിൻ്റെ ഭവനത്തിലെ അംഗമാകുമ്പോൾ മക്കൾക്കുള്ള ഓഹരി കർത്താവ് അവന് കൊടുത്ത് അവനെ സമ്പന്നനാക്കും, അല്ലെ അവൾക്ക് കൊടുത്ത് അവളെ തൃപ്തയാക്കും. അപ്പോൾ വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ മകളായി മാറിയപ്പോൾ കർത്താവ് അനുഗ്രഹത്തിൻ്റെ ഓഹരി നൽകി അവളുടെ മകളെ സുഖപ്പെടുത്തുകയാണ്. സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. സത്യദൈവം യേശുക്രിസ്തു, ദൈവപിതാവ് അയച്ച അവിടുത്തെ മകൻ. ആ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്വർഗപിതാവ്, നമ്മൾ സ്വർഗസ്വനായ പിതാവയിൽ പ്രാർത്ഥിക്കുന്ന പോലെ, കർത്തൃപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അന്നു വേണ്ട അപ്പം നൽകി ഓരോ മകനെയും മകളെയും
സംതൃപ്തരാക്കും. എന്നാൽ വിശ്വസിക്കാതെ നായ്ക്കൾക്ക് തുല്യരായി തെരുവിൽ അലഞ്ഞു നടന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അവകാശമാക്കാൻ നമുക്ക് സാധ്യമല്ല. വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കാല് എടുത്തു വയ്ക്കണം. വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് ദൈവം പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്തു തരണമെന്നില്ല. അതുകൊണ്ട് കാനാകാരി സ്ത്രീ ഈശോ ആദ്യം ചെവി കൊടുക്കുന്ന പോലുമില്ല. അപ്പോൾ നമ്മളും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളീ പുറം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്താണ്? യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യം അവകാശമാക്കുക. ആ ബോധ്യമില്ലാതെ ഈ ലോകത്തിലെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മക്കളുടെ ജോലി, നല്ല വീട്, നല്ലൊരു കാറ്, നല്ല ഭൗതിക സൗകര്യങ്ങൾ, അല്ലെങ്കിൽ രോഗസൗഖ്യം, ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ദൈവം ചെയ്തു തരും. പക്ഷേ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഇതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ തലമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഹെബ്രായർ 11:6 പറയുന്ന പോലെ അത് ഒരു വിശ്വാസി ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കണം. ഹെബ്രായർ 11:1 നമ്മളിങ്ങനെ കാണുകയാണ്, ഫെയ്ത്ത് ഈസ് ദ അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. അതായത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പും, ആൻഡ് ദ കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ, കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള കൺവിക്ഷൻ, കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യം. അപ്പം കാണപ്പെടാത്തവ എന്താണ്? കാണപ്പെടാത്തത് സ്വർഗരാജ്യമാണ്, നിത്യജീവിതം, അതുണ്ടെന്നുള്ള ബോധ്യമാണ്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് സത്യത്തിൽ നിത്യജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്, ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള അല്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാം മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. ഇംഗ്ലീഷിലത് യു ആർ ദ പീപ്പിൾ മോസ്റ്റ് ടു ബി പിറ്റീഡ് എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് ഒരു പിറ്റിയേ തോന്നുള്ളൂ. കാരണം നിങ്ങൾ വെറും ശൂന്യരാ. ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്നെങ്കിൽ യു ആർ ദ പീപ്പിൾ ടു ബി മോസ്റ്റ് പിറ്റീഡ്. നിങ്ങൾ അത്രയും നിർഭാഗ്യരാണ്. കാണപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം, അതാണ് അബ്രാഹത്തിനെയും പൂർവ്വപിതാക്കന്മാരെയൊക്കെ നയിച്ചത്. ഹെബ്രായർ 11:13 നമ്മൾ വായിക്കുകയാണ്, ഓൾ ദീസ് ഡൈഡ് ഇൻ ഫെയ്ത്ത് വിതൗട്ട് ഹാവിങ് റിസീവ്ഡ് ദ പ്രോമിസസ്. ഓൾ ദീസ് എന്ന് ഉദ്ദേശിക്കുന്ന അബ്രാഹാം, ഐസക്, ജേക്കബ്. അവർ വിശ്വാസത്തിൽ കൊണ്ട് മരിച്ചു. പക്ഷേ വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർക്ക് ലഭിച്ചില്ല. പിന്നെ വാക്യം ഫെബ്രുവരി 11:13 തുടരുകയാണ്, ബട്ട് ഫ്രം എ ഡിസ്റ്റൻസ് ദേ സോ ആൻഡ് ഗ്രീറ്റഡ് ദം. ദൂരത്തിൽ നിന്ന് അവർ ആ വാഗ്ദാനം ചെയ്യപ്പെട്ടത് കണ്ടു, അതിനെ അഭിവാദ്യം ചെയ്തു. വാഗ്ദാനം ചെയ്യപ്പെട്ടത് ആരാണ്? ക്രിസ്തുവാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന ക്രിസ്തു. ദൂരെ നിന്ന് ക്രിസ്തുവിനെ കണ്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 8:56 ഈശോ പറയുകയാണ്, യുവർ ആൻസസ്റ്റർ എബ്രഹാം റിജോയ്സ്ഡ് ദാറ്റ് ഹി വുഡ് സീ മൈ ഡേ, ഹി സോ ഇറ്റ് ആൻഡ് വാസ് ഗ്ലാഡ്. നിങ്ങളുടെ പൂർവ്വപിതാവായ അബ്രാഹാം എൻ്റെ ദിനം കാണാമെന്ന പ്രത്യാശയിൽ സന്തോഷിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു.
അപ്പോൾ ഹെബ്രായ ലേഖനം 11:13 എഴുതിയേക്കാണ്, അവർ ദൂരെ നിന്ന് കണ്ടു, അതിനെ അഭിവാദനം ചെയ്തു. എന്നിട്ട് വീണ്ടും ഹെബ്രായ ലേഖനത്തിന് പറയുകയാണ്, ഹി ലീവ്ഡ് ആസ് എ സ്ട്രേഞ്ചർ ആൻഡ് ഫോറിനർ ഇൻ ദ ലാൻഡ് ഓഫ് കാനാൻ. കാനാൻ ദേശത്ത് ഒരു അപരിചിതനെ പോലെ, ഒരു വിദേശിയെ പോലെ ജീവിച്ചു. കാരണം അവൻ്റെ സ്വന്തം ദേശം സ്വർഗമാണെന്ന് അവൻ അറിയാം. ഒരു താൽക്കാലിക വസതി എന്ന പോലെ കാനാൻ ദേശം ജീവിച്ചു എന്നാണ് ഹെബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. വീണ്ടും അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മാതൃകയെക്കുറിച്ച് നമ്മൾ കാണുന്ന റോമാലേഖനം 4-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നോ ഡിസ്ട്രസ് മെയ്ഡ് ഹിം വേവർ കൺസേണിങ് ദ പ്രോമിസ് ഓഫ് ഗോഡ്, ബട്ട് ഹി ഗ്രൂ സ്ട്രോങ് ഇൻ ഫെയ്ത്ത് ആസ് ഹി ഗേവ് ഗ്ലോറി ടു ഗോഡ്, ബീയിങ് ഫുള്ളി കൺവിൻസ്ഡ് ദാറ്റ് ഗോഡ് വാസ് ഏബിൾ ടു ഡു വാട്ട് ഹി ഹാഡ് പ്രോമിസ്ഡ്. അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ഒരു വിശ്വാസമില്ലാത്തവനെ പോലെ അവൻ ചിന്തിച്ചില്ല. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ അവൻ ശക്തി പ്രാപിച്ചു. കാരണം വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്നവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ 22-ാമത്തെ വചനം പറയുകയാണ്, ദെയർഫോർ ഹിസ് ഫെയ്ത്ത് വാസ് റെക്കൺ ടു ഹിം ആസ് റൈച്ചിയസ്നെസ്. അതുകൊണ്ട് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. എന്നിട്ട് പൗലോസ്ലീഹ തുടർന്നുള്ള വചനത്തിൽ പറയുകയാണ്, അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്ന അവനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. 23-24 വചനം, റോമാലേഖനം 24-ാം അധ്യായം 23-24 വചനം. നൗ ദ വേർഡ് ഇറ്റ് വാസ് റെക്കൺ ടു ഹിം were not written for his sake alone, but for ours also. അതായത് അബ്രാഹത്തിന് വേണ്ടി മാത്രമല്ല ആ വചനം. അതായത് ഹിസ് ഫെയ്ത്ത് വാസ് റെക്കൺ ടു ഹിം ആസ് റൈച്ചിയസ്നെസ്. അതാണ് ആ വചനം. അത് അബ്രാഹത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഫെയ്ത്ത് വാസ് റെക്കൺ ടു അസ് ആസ് റൈച്ചിയസ്നെസ്. നമ്മുടെ വിശ്വാസം, അതായത് എൻ്റെ വിശ്വാസം എന്നെ നീതീകരണത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ നീതിയായിട്ട് പരിഗണിക്കപ്പെടും. എന്നിട്ട് പറയുകയാണ് 25-ാമത്തെ വചനം, പ്രധാനപ്പെട്ട വചനമാണ്, ഇറ്റ് വിൽ ബി റെക്കൺ ടു അസ് ഹൂ ബിലീവ് ഇൻ ഹിം ഹൂ റൈസ്ഡ് ജീസസ് ഫ്രം ദ ഡെഡ്. അതായത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും നീതിയായി പരിഗണിക്കപ്പെടും. എന്നാൽ അതായത് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഹി ഡൈഡ് ഫോർ മൈ ട്രാൻസ്ഗ്രഷൻ ആൻഡ് ഹി വാസ് റൈസ്ഡ് ഫോർ ജസ്റ്റിഫിക്കേഷൻ. എൻ്റെ നീതീകരണത്തിനായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. നീതീകരണം എന്താണ്? ദൈവത്തിൻ്റെ നീതി എന്നിൽ സ്ഥാപിതമാകുക. തുടർന്ന് റോമാ 5-ാം അധ്യായമൊക്കെ മനസ്സിരുത്തി വായിക്കുമ്പോൾ ഈ നീതീകരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, നിങ്ങളുടെ നീതി ഫരിസയരുടെയും നിയമജനരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ നീതി, ഈ ദൈവിക നീതി പൗലോസ് പറയാണ്, വിശ്വസിക്കുന്ന ആർക്കും സൗജന്യമായി ലഭിക്കുന്നതാണ്. അപ്പം ആ ദൈവികമായ ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവൻ്റെ മരണത്തിലും ഉയർപ്പിലും വിശ്വസിക്കുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതീകരണം, അതായത് ദൈവത്തിൻ്റെ നീതി, ഉത്ഭവ പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഉത്ഭവനീതി, അത് ദൈവം തിരികെ തരികയാണ്. അപ്പം ദൈവത്തിൻ്റെ നീതിയാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന നീതിയല്ല, ദൈവിക നീതി. ആ നീതീകരണം നമുക്ക് കിട്ടാൻ
നമ്മൾ അബ്രാഹത്തെ പോലെ ദൈവം പറഞ്ഞത് വിശ്വസിച്ചാൽ മതി. ദൈവം എനിക്ക് വേണ്ടി അവിടുത്തെ പുത്രനെ അയച്ചു, അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അവൻ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഇത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് അവൻ കർത്താവാണ്, എന്നെ വീണ്ടെടുത്തു എന്ന് ഏറ്റു പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. യേശുവിൻ്റെ വാഗ്ദാനം ദീർഘക്ഷമയോടെ വിശ്വാസത്തിൽ സ്വീകരിക്കണം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 12-ാം അധ്യായത്തിൽ കാണുകയാണ്, അബ്രാഹത്തിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രാഹത്തിന് 75 വയസ്സായിരുന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 85 വയസ്സായപ്പോൾ ഹാഗാറിനെയും ഭാര്യയെ സ്വീകരിച്ചു. അബ്രാഹത്തിന് 99-ഉം സാറായിക്ക് 90 വയസ്സുള്ളപ്പോൾ ദൈവം അബ്രാഹത്തിന് സാറായിൽ മകൻ ജനിക്കുമെന്ന് വാഗ്ദാനം നൽകി. 100 വയസ്സായപ്പോൾ ഇസഹാക്ക് ജനിച്ചു. അപ്പോൾ നമ്മൾ 75 വയസ്സായപ്പോൾ അബ്രാഹത്തിനെ വിളിക്കുന്നതാണ്, അബ്രാഹത്തിനെ അനുഗ്രഹിക്കും, മൾട്ടിപ്ലൈ ചെയ്യും, വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. പക്ഷേ 100 വയസ്സായപ്പോഴാണ് അബ്രാഹത്തിന് ഇസഹാക്കിനെ ലഭിക്കുന്നത്. 25 വർഷത്തെ കാത്തിരിപ്പ്. പക്ഷേ ഇതിനിടയ്ക്ക് സാറായുടെ വാക്ക് കേട്ടുകൊണ്ട് ഹാഗാറിനെ പ്രാപിക്കുകയും അതിലൊരു സന്തതി ഉണ്ടാവുകയും ചെയ്തു. അബ്രാഹത്തിനൊരു വീഴ്ച പറ്റി. പക്ഷേ എങ്കിലും ദൈവം തരുന്നത്, ദൈവം വാഗ്ദാനം ചെയ്ത് നിറവേറ്റുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യമായിരുന്നു. അപ്പോൾ 25 വർഷം കാത്തിരുന്നു. ആ കാത്തിരിപ്പിലാണ് അബ്രാഹത്തിന് ഇസഹാക്കിനെ കിട്ടുന്നത്. അതായത് വിശ്വാസം, നമ്മുടെ വിശ്വാസം നമ്മുടെ സമയത്തെ കീഴടക്കുന്നു. ഫെയ്ത്ത് കോൺക്വേഴ്സ് ടൈം എന്ന് വെച്ചാൽ നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. ആ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായം നമ്മൾ 13 മുതൽ 15 വരെ വാചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും, വെൻ ഗോഡ് മെയ്ഡ് പ്രോമിസ് ടു അബ്രഹാം ഹീ സ്വോർ ബൈ ഹിംസെൽഫ് ബിക്കോസ് ഹി ഹാഡ് നോ വൺ ഗ്രേറ്റർ ബൈ ഹിംസെൽഫ് ടു സ്വിയർ. അബ്രാഹത്തിന് വാഗ്ദാനം കൊടുത്തപ്പോൾ ദൈവം തന്നെക്കൊണ്ട് തന്നെ ശപഥം ചെയ്തു. കാരണം തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യാൻ ആളില്ല. ദൈവമാണല്ലോ ഏറ്റവും വലുത്, സർവശക്തൻ. എന്താണ് ശപഥം? ഐ വിൽ ഷുവർലി ബ്ലെസ് യു ആൻഡ് മൾട്ടിപ്ലൈ യു. ആൻഡ് അബ്രഹാം ഹാവിങ് പേഷ്യൻ്റ്ലി എൻഡ്വേർഡ് ഒബ്റ്റെയിൻ ദ പ്രോമിസ്. അപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. ആ 2 വാഗ്ദാനങ്ങളാണ്. അബ്രഹാം അത് ക്ഷമയോടെ കാത്തിരുന്ന് ആ പ്രോമിസ്, വാഗ്ദാനം പ്രാപിച്ചു. അപ്പോൾ 25 വർഷം കാത്തിരുന്നു. നമ്മിൽ യേശു രൂപപ്പെടുന്നവരെ നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണം? ക്ഷമയോടെ കാത്തിരിക്കണം. യേശു നമ്മിൽ രൂപപ്പെട്ടാൽ ദൈവം സമസ്തവും നമുക്ക് ദാനമായി നൽകും. അപ്പം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം ഓരോ വിശ്വാസിക്കും കർത്താവ് കൊടുക്കുകയാണ്. ഐ വിൽ ബ്ലെസ് യു, ഐ വിൽ മൾട്ടിപ്ലൈ യു. ഹെബ്രായർ 6:17 നമ്മളത് വായിക്കും. ഗോഡ് ഡിസൈഡ് ടു ഷോ ക്ലിയർലി ദ അൺചേഞ്ചബിൾ ക്യാരക്ടർ ഓഫ് ഹിസ് പർപ്പസ്. മാറ്റാനാവാത്ത അവൻ്റെ ഉദ്ദേശം അത് വ്യക്തമാക്കാൻ ദൈവം തീരുമാനിച്ചു. ടു ദ ഹെയേഴ്സ് ഓഫ് ദ പ്രോമിസ്. വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു. ഹീ ഗ്യാരൻറ്റീഡ് ഇറ്റ് ബൈ ആൻ ഓത്ത്. അതൊരു ശപഥം വഴി അവന് ഉറപ്പാക്കി. അബ്രാഹത്തിനോട് ചെയ്ത ശപഥം. അപ്പോൾ ആ ശപഥം എന്താണ്? ദിസ് ഓത്ത് കണ്ടെയ്ൻസ് 2 അൺചേഞ്ചബിൾ തിങ്സ്. ഐ വിൽ ബ്ലെസ് യു, ഐ വിൽ മൾട്ടിപ്ലൈ യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അപ്പം നമ്മളോട് ഓരോരുത്തരും ദൈവം പറയുകയാണ്, ഐ വിൽ ബ്ലെസ് യു, ഐ വിൽ മൾട്ടിപ്ലൈ യു. അതായത് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു മകൻ, യേശുവിലുള്ള വിശ്വാസത്തിലൂടെ കടന്നു വരുന്ന ഒരു മകനോട് അല്ലെ മകളോട് ദൈവം പറയുകയാണ്, ഐ വിൽ ബ്ലെസ് യു, ഐ വിൽ മൾട്ടിപ്ലൈ യു. അപ്പോൾ വിശ്വസിക്കുന്നതിന് ലഭിക്കുന്ന 2 ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത 2 കാര്യങ്ങളാണ് എന്ത്? അതാണ് ഹെബ്രായ ലേഖനം 6-ാം അധ്യായം മനസ്സിരുത്തി വായിക്കുമ്പോഴാണ് വചനം. 6-ാം അധ്യായം അവസാന ഭാഗത്താണ് 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ആ പ്രത്യാശ, അബ്രാഹത്തിന് കൊടുത്ത പ്രത്യാശ അത് പറയുകയാണ്. 19-ാം തിരുവചനത്തിൽ പറയുകയാണ്,
നമ്മുടെ ആത്മാവിൻ്റെ ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. 18-ാമത്തെ വചനത്തിൽ പറയാണ്, ഹെബ്രായർ 6:18, മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെ മുറുകെ പിടിക്കുന്നതിന് യത്നിക്കുന്ന നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു. എന്നതാണ് ഈ വ്യാജമാകാത്ത, ദൈവത്തെ സംബന്ധിച്ച് മാറ്റമില്ലാത്തതും വ്യാജമാകാത്തതുമായ രണ്ട് കാര്യങ്ങൾ? ഐ വിൽ ബ്ലെസ് യു, ഐ വിൽ മൾട്ടിപ്ലൈ യു. അപ്പം ഒരു വിശ്വാസി, യേശുവിൽ വിശ്വസിക്കുന്നവൻ, അതായത് യേശു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തു, യേശു എൻ്റെ കർത്താവാണ്, ഈ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അവൻ എന്നാ കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നത്? കർത്താവിനോട് പറയുകയാണ്, ഐ വിൽ ബ്ലെസ് യു, ഐ വിൽ മൾട്ടിപ്ലൈ യു. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വർദ്ധിപ്പിക്കും നിൻ്റെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളിലും. അപ്പോൾ ആ പ്രത്യാശയെ നമുക്ക് മുറുകെ പിടിക്കണം. ഇനി ഈ വിശ്വാസം വഴി നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്ന്, പരിശുദ്ധാത്മ അഭിഷേകമാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളത് കാണും. 1:67, ലൂക്ക 1:67 ഇങ്ങനെ വായിക്കുകയാണ്, ദെൻ ഹിസ് ഫാദർ സെക്കറായ വാസ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് സ്പോക്ക് ദിസ് പ്രോഫസി. അപ്പോൾ സ്നാപയോഹന്നാൻ്റെ ജനനത്തിന് ശേഷം അവൻ്റെ പേരെന്നാന്ന് ചോദിച്ചപ്പം പലക വരുത്തി അത് എഴുതിച്ചിട്ട്, ആ സമയത്ത് സ്നാപയോഹന്നാൻ്റെ പിതാവായ സക്കറിയ പുരോഹിതൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് മൂകനായിരുന്നു അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം പറഞ്ഞേക്കുന്നതാണ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. അപ്പം ഗബ്രിയേൽ ദൈവവചനം ദേവാലയത്തിൽ ആ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പറഞ്ഞപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സക്കറിയായ്ക്ക് സാധിച്ചില്ല. അപ്പോൾ അത് മൂകനായിപ്പോയി. എന്നാൽ പിന്നീട് ഭാര്യ എലിസബത്ത് ഗർഭിണിയായി യോഹന്നാനെ പ്രസവിച്ചു. സക്കറിയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് പേരെഴുതിയപ്പോൾ സക്കറിയായ്ക്ക് നാവിൻ്റെ കെട്ടഴിഞ്ഞൊന്നും തന്നെയല്ല എഴുതി വച്ചേക്കുന്നത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നിട്ട് പ്രവചിച്ചു എന്നാണ്. ആ സക്കറിയ പ്രവചനം മനസ്സിരുത്തി വായിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തല്ലാതെ സക്കറിയായ്ക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകൻ പിറന്നു കഴിഞ്ഞു, സക്കറിയായ്ക്ക് എങ്ങനെ അറിയാനാ? അന്ന് ലോകത്തിലേക്ക് രക്ഷകൻ വന്നിട്ടില്ല. എലിസബത്തിന് 5 മാസം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ കന്യാമറിയം ദൈവാത്മാവിനാൽ ഗർഭിണിയാകുന്നത്. അപ്പം യേശു ലോകത്തിലേക്ക് വന്നിട്ടില്ല. മുൻകൂട്ടി രക്ഷ ലോകത്തിലേക്ക് കടന്നു വരുന്നുവെന്ന് സക്കറിയ പുരോഹിതൻ പ്രവചിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. അപ്പം വിശ്വാസം ഒരുവനെ പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നയിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-46 വചനങ്ങളിലും നമ്മളിത് കാണും. വൈൽ പീറ്റർ വാസ് സ്റ്റിൽ സ്പീക്കിംഗ്, ഹോളി സ്പിരിറ്റ് ഫെൽ അപ്പോൺ ഓൾ ഹു ഹേർഡ് ദ വേർഡ്. ദേ ഹേർഡ് ദം സ്പീക്കിംഗ് ഇൻ ടങ്സ് ആൻഡ് പ്രൈസിങ് ഗോഡ്. പത്രോസ് തുടർന്ന് സംസാരിച്ചു ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ ഭാഷാപരത്തിൽ സംസാരിക്കാനും ദൈവത്തെ സ്തുതിക്കാനും തുടങ്ങി. അപ്പം വിശ്വാസത്തിലേക്ക് വരുന്നവനെ ദൈവം പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നയിക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്, വിശ്വാസം വളർന്ന് നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെടണം. നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ 13-ാം അധ്യായം 18-19 വചനങ്ങൾ വായിക്കുകയാണ്. സ്വർഗരാജ്യത്തെ എന്തിനോട് ഉപമിക്കും? ആ ഭാഗം ഈശോ പറയുക, ടു വാട്ട് ഷുഡ് ഐ കമ്പയർ ദ കിങ്ഡം ഓഫ് ഗോഡ്? എന്തിനോട് ഞാൻ സ്വർഗരാജ്യത്തെ ഉപമിക്കും? ഇറ്റ് ഈസ് ലൈക്ക് എ മസ്റ്റാർഡ് സീഡ് ദാറ്റ് someone took and sowed in the garden. ഒരു മസ്റ്റാർഡ് സീഡ് എടുത്ത് തോട്ടത്തിൽ വിതയ്ക്കുന്ന ഒരുവന് സദൃശമാണ്, ആ കാര്യത്തിന് സദൃശമാണ് സ്വർഗരാജ്യം. ഇറ്റ് grew and became a tree, and birds of air made a nest in their
ബ്രാഞ്ചസ്. അപ്പോൾ ആ മരത്തിൽ ആകാശത്തിലെ പക്ഷികൾ കൂടുണ്ടാക്കി. ഈശോ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറിപ്പോയി കടലിൽ പതിക്കാമെന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും. ഇഫ് യു ഹാവ് ദ ഫെയ്ത്ത് the size of a mustard seed and say to the mountain, lift up from this place and thrown into the sea. അപ്പം കടുകുമണിയോളം വരുന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ കടലിൽ പോയി പതിക്കാൻ പറഞ്ഞാൽ ആ മല കടലിൽ പോയി പതിക്കും. അപ്പോൾ ഈശോ സൂചിപ്പിച്ച എന്താണ്? കടുകുമണി ഏറ്റവും ചെറുതാണ്, ഭൂമിയിലെ ഏറ്റവും ചെറിയ വിത്താണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണും 32-ാം വചനം, കടുകുമണി എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവുകൾ അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കാറാൻ തക്കവിധം മരമായി തീരുന്നു. അപ്പോൾ ആ കടുകുമണിയാണ് നമ്മൾ വിതയ്ക്കുന്നത്. വിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കുക, ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് ദാനമായിട്ട് തരിക നമ്മൾ വചനം കേൾക്കുമ്പോൾ. അപ്പോൾ ആ വിശ്വാസം കടുകുമണി വളർന്നു വലുതായി മറ്റെല്ലാ ചെടികളേക്കാളും വലുതായി അനേകർ നമ്മുടെ തണലിലേക്ക് വരത്തക്ക വിധം, യേശുവിനെ സ്വീകരിക്കത്തക്ക വിധം ആ വിശ്വാസം വളർന്നു വലുതായി ഒരു വലിയ മരം പോലെ, അനേകർക്ക് തണലായി മാറുന്ന മരം പോലെ മാറുകയാണ്. അതിനോട് സ്വർഗ്ഗരാജ്യത്തെ ഉപമിക്കാമെന്നാണ് പറഞ്ഞത്. അതായത് വിശ്വാസത്തിൻ്റെ ഭവനത്തിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരാൻ ഈ ചെറിയൊരു കടുകുമണിയോളം വരുന്ന വിശ്വാസം എന്ത് ചെയ്യണം? അത് കടുകുമരമായിട്ട് വളരണം. അപ്പം വിശ്വാസത്തെ നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്നതോടുകൂടി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കാൻ അനുവദിച്ച് വളർത്തണം. ഇനി വിശ്വാസം എങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്? അപ്പം ഒരുവനെ പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നയിക്കും. ആ അഭിഷേകം നമ്മളെ വിശ്വാസത്തിൽ വളർത്തും. നമ്മൾ അനേകർക്ക് തണലായിട്ട്, അതായത് സ്വർഗരാജ്യത്തെ കാണിച്ചു കൊടുക്കുന്നവരായിട്ട്, ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുന്നവരായിട്ട്, ഒരു കടുകുമണി കടുകുമരത്തോളം വളരുന്ന പോലെ നമ്മുടെ വിശ്വാസം വളരും. അത് വളരണം. മറ്റൊരു കാര്യം, നമ്മൾ ഈ വിശ്വാസം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഫലദായകമായിട്ട് മാറുന്നത്? മത്തായി സുവിശേഷം 27-ാം അധ്യായം 50-52 വചനങ്ങൾ, 50 മുതൽ 52 വരെ ഈശോ പറയാണ്, Then Jesus cried again with a loud voice and breathed his last. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഭാഗമാണ്. ഉച്ചത്തിൽ നിലവിളിച്ച് അവൻ മരിച്ചു എന്നാണ്. At that moment, curtain of the temple was torn in two. ആ സമയത്ത് ദേവാലയത്തിൻ്റെ വിരി രണ്ടായിട്ട് കീറി, ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായിട്ട് കീറി. The earth shook and the rocks were split. ഭൂമി വിറച്ചു, ഭൂമി കുലുങ്ങി, പാറകൾ പൊട്ടിപ്പിളർന്നു. The tombs also were opened. ശവകുടീരങ്ങൾ തുറന്നു. And many bodies of saints who had fallen asleep were raised. ഉറങ്ങിക്കിടന്നിരുന്ന അനേക സെയിൻസ്, അവരുടെ ബോഡീസ് ഉയർത്തപ്പെട്ടു, അവരുടെ ശരീരങ്ങൾ ഉയർത്തപ്പെട്ടു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിനോടുകൂടി മാമോദിസയിൽ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടി മരിക്കുകയാണ്. നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ അത് കാണും. മാമോദിസയിൽ നമ്മൾ ക്രിസ്തുവിനോട് മരിച്ച് അടക്കപ്പെടുകയാണ്. നമ്മിലെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി മരിച്ച്, ജഡിക മനുഷ്യൻ, നമ്മളിലെ അഹങ്കാരി, നമ്മളിലെ ആസക്തിയുള്ള മനുഷ്യൻ, നമ്മളിലെ സ്വാർത്ഥ ചിന്താഗതിക്കാരൻ, അസത്യം പറയുന്നവൻ, കുറ്റം വിധിക്കുന്നവൻ, ദുർമോഹമുള്ളവൻ, അങ്ങനെ നാനാവിധമായ നമ്മളിലുള്ള ജഡിക പ്രവണതകൾ, ഒരുപാട് പ്രവണതകൾ, ഗലാത്തി 5:19 നമ്മൾ കാണുന്ന പോലെ ആ പാപ മനുഷ്യരെല്ലാം, നമ്മിൽ രൂപപ്പെടുന്ന ആ പാപപ്രവണതകളെല്ലാം ഉള്ള പഴയ മനുഷ്യൻ മാമോദീസയിൽ വിശ്വാസമായിട്ട് പറയുമ്പോൾ ക്രിസ്തുവിനോട് മരിക്കും. അപ്പോൾ ക്രിസ്തുവിടെ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ക്രിസ്തു മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഭൂമി കുലുങ്ങി ദേവാലയ വിരി കയറി എന്ന് പറയുക. അപ്പം നമ്മൾ ക്രിസ്തുവിനോട് മരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ ഞെരുക്കി വെച്ചിരിക്കുന്ന അഹന്തയുടെ വിരി കീറും. അതാണ് നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ കാണും. 2 കൊറിന്തോസിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, മങ്ങിക്കൊണ്ടിരുന്ന തേജസ്
മാഞ്ഞു പോകുന്ന കാണാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടമിട്ട മോശയെ പോലെയല്ല ഞങ്ങൾ. മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം ഈ ഇസ്രായേൽക്കാരുടെ മുഖത്തൊരു വിരിയുണ്ട്. ഇസ്രായേൽക്കാർക്ക് ഈ മൂടുപടം, ഇസ്രായേലിൻ്റെ മുഖത്തല്ല, മോശയുടെ മുഖത്താണ് വിരി, ഇസ്രായേൽക്കാരുടെ ഈ മൂടുപടം നിൽക്കുകയാണ്. അതായത് അവരുടെ സ്വാർത്ഥതയും അവരുടെ അഹങ്കാരവും അവരുടെ പാപപ്രവണതകളും അവരിൽ നിലനിൽക്കുന്നതുകൊണ്ട് പ്രകാശത്തിന് നിലനിൽപ്പില്ല. അത് മങ്ങിക്കൊണ്ടിരിക്കുക. മോശ വന്ന് പറയും, ദൈവിക കാര്യങ്ങൾ പറയുമ്പം അവരത് കേൾക്കും. അത് കഴിയുമ്പോൾ പ്രകാശം നഷ്ടപ്പെട്ടു പോവുക. എന്നാൽ അതിനകത്ത് പറയുകയാണ്, വെൻ വൺ ടേൺസ് ടു ദ ലോഡ് ദിസ് വെയിൽ ഈസ് റിമൂവ്ഡ്. ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീക്കപ്പെടുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലാണ്. അപ്പം അതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ ഞെരുക്കി വെച്ചിരിക്കുന്ന അഹന്തയും പാപവും സ്വാർത്ഥതയും ആസക്തികളുടെ എല്ലാം ഉള്ള വിരി എന്തു ചെയ്യും? ക്രിസ്തുവിനോടുകൂടി നമ്മൾ മാമോദിസയിലും പഴയ മനുഷ്യൻ മരിക്കുമ്പോൾ, നമ്മിലെ പഴയ മനുഷ്യൻ മരിക്കുമ്പോൾ അത് കീറി മുറിഞ്ഞ് മാറിപ്പോകും. ആ ഉള്ളിലേക്ക് പഴയ മനുഷ്യൻ നീങ്ങിയ നമ്മുടെ പുതിയ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിറയും. രണ്ടാമത്തത്, പാറകൾ പൊട്ടിപ്പിളർന്നു. ഈശോ മരിച്ചപ്പോൾ സംഭവിച്ച, നമ്മൾ ക്രിസ്തുവിനോട് മാമോദിസയിൽ പഴയ മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മളിലെ കഠിന ഹൃദയം, പാറ പോലത്തെ ഹൃദയം കീറി മുറിഞ്ഞ് അത് മാംസളമായി തീരും. പിന്നെ എന്നാണ്? ശവക്കല്ലറകളിൽ നിന്ന് വിശുദ്ധർ പുറത്തു വരിക. പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ശവക്കല്ലറകളിൽ നിന്ന് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാക്കപ്പെട്ട വിശുദ്ധരായ നമ്മൾ പുറത്തു വരും. നമ്മളെ പഴയ മനുഷ്യൻ മരിച്ചു, നമ്മളുടെ പുതിയ മനുഷ്യൻ, അത് ഈശോ മരിച്ചപ്പോൾ കല്ലറയിൽ നിന്ന് വിശുദ്ധർ പുറത്തു വന്ന പോലെ നാം ഈശോയോടുകൂടി മാമോദിസയിൽ മരിക്കുമ്പോൾ, അതായത് പഴയ മനുഷ്യൻ മരിക്കുമ്പോൾ പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ശവക്കല്ലറകൾ തുറന്ന് നമ്മിലെ പുതിയ മനുഷ്യൻ വീണ്ടും ജനിക്കും. അതാണ് ഈശോ നിക്കോദോമസിനോട് പറഞ്ഞ വീണ്ടും ജനനം. ആത്മാവിനാലും ജലത്താലും ആത്മാവിനുള്ള ജനം, അതായത് വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള വീണ്ടും ജനനം. ജലത്താലെന്ന് ഉദ്ദേശിക്കുന്നത് മാമോദിസയിൽ എന്താണ് സംഭവം? വിശ്വാസം. വിശ്വാസത്താലുള്ള ജനനമാണ് ജലം. രണ്ടാമത് ആത്മാവിനാലുള്ള ജനനം, വിശ്വാസം വഴി പരിശുദ്ധാത്മാവ് നമ്മിൽ വരുന്നതാണ് രണ്ടാമത്തെ ഘടകം. നമ്മൾ പുതിയ മനുഷ്യരായി തീരും. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? വിശ്വാസത്തിൽ നിന്ന് വിളിക്കണം. ഉണ്ട് റോമൻസ് 10:14. ഹൗ ആർ ദേ ടു കോൾ ഓൺ വൺ ഇൻ ഹും ദേ ഹാവ് നോട്ട് ബിലീവ്ഡ്. അതായത് അവർ വിശ്വസിക്കാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? പൗലോസ്ലീഹ പറയാണ്, അവർ വിശ്വസിക്കാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പം വിശ്വാസത്തിൽ നിന്നാണ് വിളി ഉയരേണ്ടത്. അതുകൊണ്ടാണ് അന്ധനായ മനുഷ്യൻ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ ഈശോ അവനെ സുഖപ്പെടുത്തി. ഇപ്പോൾ ഒരു കുഞ്ഞ് സ്വന്തം അപ്പനെ വിളിച്ചൊരു കാര്യത്തിന് വേണ്ടി വിളിച്ച് കാര്യം സാധിക്കുമ്പോൾ അപ്പൻ അത് ചെയ്തു കൊടുക്കുമെന്ന് എൻ്റെ കുഞ്ഞ് മനസ്സിൽ നല്ല ഉറച്ച വിശ്വാസമാണ്. അപ്പോൾ ഈ വിശ്വാസത്തോടെ വേണം നാം യേശുവിനെ വിളിക്കാൻ. നമുക്ക് ഉറപ്പായിട്ടും പ്രതിഫലം തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിശ്വാസം എന്ന ദാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒന്ന് വിശ്വാസമാണ് നമ്മളെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, വിശ്വാസം പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കും. പരിശുദ്ധ അമ്മയിലും എലിസബത്തിലും സക്കറിയ പുരോഹിതനിലും ഒക്കെ സംഭവിച്ചതുപോലെ വിശ്വാസം നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയാൻ കാരണമാകും. മൂന്നാമത്, നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വിശ്വാസത്തിൽ നിന്നും പ്രതിഫലം സ്വീകരിക്കണം. അബ്രാഹത്തിനെ പോലെ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വിശ്വാസത്തിൻ്റെ പ്രതിഫലം സ്വീകരിക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ
യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉയർപ്പിലുമാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ മാമോദീസായിൽ ആ വിശ്വാസം നമ്മൾ ആദ്യം ഏറ്റുപറയുമ്പോൾ നമ്മളിലെ പഴയ സ്വഭാവങ്ങളെല്ലാം യേശുവിനോട് മരിക്കും. അപ്പോൾ യേശുവിൻ്റെ മരണത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം നമ്മിൽ സംഭവിക്കുകയാണ്. നമ്മുടെ അഹന്തയുടെ, സ്വാർത്ഥതയുടെ, ആസക്തിയുടെ വിരി കീറി പോകും. പാറകൾ പൊട്ടിപ്പിളരും. കഠിന ഹൃദയം, പാറ പോലുള്ള ഹൃദയം മാംസള ഹൃദയമായിട്ട് മാറും. കല്ലറകൾ തുറന്ന് വിശുദ്ധരുടെ ബോഡികൾ ഉയർപ്പിക്കപ്പെടുന്ന അതുപോലെ തന്നെ നമ്മിലെ അഹങ്കാരത്തിൻ്റെയും പാപബന്ധനങ്ങളുടെയൊക്കെ കല്ലറ തുറന്ന് നമ്മിലെ പുതിയ മനുഷ്യൻ പുറത്തു വരും. ആ പുതിയ മനുഷ്യൻ്റെ ജനനമാണ് ഈശോ നിക്കോദെമോസിനോട് പറഞ്ഞത്, ജലത്താലും ആത്മാവിനാലുമുള്ള ജനനം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പം ജലത്താലുള്ള ജനനം എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ള ജനനമാണ്. അതായത് മാമോദീസയിൽ നമ്മൾ വിശ്വാസമേറ്റ് പറയും. അതിൻ്റെ പ്രതീകമാണ് ജലം. ശരിക്കും അത് വിശ്വാസമാണ്. വിശ്വാസത്താലും ആത്മാവിനാലും, യേശുവിലുള്ള വിശ്വാസത്താലും അതുവഴി ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനാലും ജനിച്ച് പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ മാറണം. അപ്പോൾ അതാണ് വിശ്വാസത്തിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വർഷം അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കടുകുമണിയോളമുള്ള നമ്മുടെ വിശ്വാസം കടുകുമരത്തോളമായി വളർന്ന് അനേക മക്കൾക്ക്, നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും എല്ലാം ദൈവത്തിൻ്റെ തണലായി മാറുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും വിശ്വാസത്തിൽ അനുദിനം വളർത്തണമേ, ശക്തിപ്പെടുത്തണമേ. നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് പുതിയ വർഷത്തിൽ വീണ്ടും പടർന്നു പന്തലിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.